ഹരേ കൃഷ്ണ. ഞങ്ങളുടെ ദിവ്യഭാഗവതം എന്നുള്ള ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 4ാമത്തെ ഭാഗമാണ് പറയാനായിട്ട് പോകുന്നത്. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ വേദവ്യാസപ്രിയസ്വാമിൻ ഇതി നാമിനേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദം. വന്ദേഹം ശ്രീഗുരോഃ ശ്രീയുതപദകമലം ശ്രീഗുരൂन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. തപ്തകാഞ്ചനഗൗരാംഗീം രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വൃന്ദായൈ തുളസീദേവ്യായൈ പ്രിയായൈ കേശവസ്യ ച കൃഷ്ണഭക്തിപ്രദേ ദേവ്യൈ സത്യവത്यै നമോ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷു അഭിജ്ഞസ്വരാൾ തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽ സൂരയാം തേജോ വാര്യമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. യസ്വാനുഭാവം അഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമദിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം 2ാമത്തെ അധ്യായം 5ാമത്തെ ശ്ലോകം മുതൽക്കാണ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത്. മുനയഃ സാധുപൃഷ്ടോഹം ഭവദ്ഭിർലോകമംഗളം യൽകൃത കൃഷ്ണസംപ്രശ്നോ യേനാത്മാസു പ്രസീദതി. മുനയഃ സാധുപൃഷ്ടോഹം ഭവദ്ഭിർലോകമംഗളം യൽകൃത കൃഷ്ണസംപ്രശ്നോ യേനാത്മാസു പ്രസീദതി. മുനയഃ സാധു പൃഷ്ടഃ അഹം ഭവദ്ഭിः ലോകമംഗളം യത് കൃതഃ കൃഷ്ണസംപ്രശ്നഃ യേന ആത്മാ സുപ്രസീദതി. മുനയഃ സാധു പൃഷ്ടഃ അഹം ഭവദ്ഭിः ലോകമംഗളം യത് കൃതഃ കൃഷ്ണസംപ്രശ്നഃ യേന ആത്മാ സുപ്രസീദതി.
ശൗനകാദി മഹർഷിമാർ സൂതനോട് 6 ചോദ്യങ്ങൾ ചോദിച്ചല്ലോ. അതിന് ക്രമമായിട്ട് സൂത ഗോസ്വാമി മറുപടി പറയാനായിട്ട് ആരംഭിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. ആദ്യം ഈ ചോദ്യം ചോദിച്ചിട്ടുള്ള ആ ഋഷിമാരെ സൂതൻ അഭിനന്ദിക്കുന്നു എന്നാണ്. നിങ്ങൾ വളരെ നല്ല ചോദ്യമാണ് ചോദിച്ചത്. ലോകമംഗളമായിട്ടില്ല, ലോകത്തിന് മുഴുവൻ മംഗളം കൊടുക്കുന്ന, ക്ഷേമം കൊടുക്കുന്ന ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ എപ്പോഴാണ് ക്ഷേമം ഉണ്ടാവുക? കൃഷ്ണ സംപ്രശ്ന, ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ചിട്ട് ചോദിക്കാൻ സാധിക്കണം, ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ചിട്ട് ചിന്തിക്കാൻ സാധിക്കണം, ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് പറയാൻ സാധിക്കണം. അപ്പോഴാണ് നമ്മളുടെ ലോകത്തിലുള്ള സകല ജീവന്മാർക്കും ആനന്ദത്തിലേക്ക് എത്താൻ സാധിക്കുക. യത് കൃത കൃഷ്ണ സംപ്രശ്ന ഏന ആത്മാ സുപ്രസീദതി. അതുകൊണ്ട് മാത്രമേ ഈ ആത്മചൈതന്യം പരിപൂർണമായിട്ടും സംതൃപ്തമാകുന്നുള്ളൂ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഭഗവാൻ എല്ലാവരുടെയും സുഹൃതം സർവഭൂതാനാം. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയണോ സകല ജീവന്മാരുടെയും സുഹൃത്താണ് ഭഗവാൻ എന്നാണ്. അങ്ങനെ ആ സുഹൃത്തായതുകൊണ്ട് നാരായണം നരസഖം ശരണം പ്രപദ്യേ എന്ന് ഉദ്ധവൻ ഭഗവാനോട് ഏകാദശസ്കന്ധത്തിൽ പറയുന്നു. അതുകൊണ്ട് എങ്ങനെയാണ് ഈ ഭൗതികമായ ലോകത്തിൽ മായ ബാധിക്കാതെ എങ്ങനെ ജീവിക്കാൻ സാധിക്കും എന്ന് ഉദ്ധവൻ ചോദിക്കുന്നു. അപ്പോൾ ചോദിക്കേണ്ടത് ആരോടാ ചോദിക്കുന്നത്? നാരായണം നരസഖം ശരണം പ്രപദ്യേ. ജീവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് ഭഗവാൻ. അതുകൊണ്ടാണ് ആ ഭഗവാനായിട്ട്, ആ സുഹൃത്തായിട്ട് ഉള്ള ആ ഒരു ബന്ധം സ്ഥാപിക്കുന്നതോട് കൂടിയിട്ട് പൂർണ്ണമായ സംതൃപ്തിയിലേക്ക് ജീവൻ എത്തിച്ചേരുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അടുത്ത ശ്ലോകം, 6-ാമത്തെ ശ്ലോകം. സവൈ പുംസാം പരോ ധർമ്മോ യതോ ഭക്തിരഥോക്ഷജേ അഹേതുക്യ പ്രതിഹത യയാത്മാ സുപ്രസീദതി. സവൈ പുംസാം പരോ ധർമ്മോ യതോ ഭക്തിരഥോക്ഷജേ അഹേതുക്യ പ്രതിഹത യയാത്മാ സുപ്രസീദതി. ഒരു മനുഷ്യൻ്റെ ജീവൻ്റെ പരമമായിട്ടുള്ള ധർമ്മം എന്താണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. യതോ ഭക്തിരഥോക്ഷജേ, അതായത് അവനവൻ്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആ ഈശ്വരനെ ആയിട്ടുള്ള ഋഷികേശനായിട്ടുള്ള ഭഗവാനോട് പരമമായിട്ടുള്ള ഭക്തി ഉണ്ടാവുക എന്നുള്ളത്. അത് അഹൈതുകി അപ്രതിഹത, പ്രത്യേകിച്ച് ആഗ്രഹങ്ങളില്ലാത്ത, തടസ്സങ്ങളില്ലാത്ത ആ ഭക്തി ഉണ്ടാവണം. ഇതാണ് പരമമായിട്ടുള്ള ധർമ്മം എന്നിവിടെ സൂചിപ്പിക്കുന്നു. അതായത് ഭഗവാന്റെ ഓരോ ഇന്ദ്രിയങ്ങളും ദിവ്യങ്ങളായിട്ടുള്ളതാണ്. ഭഗവാന്റെ ഓരോ ലീലകളും ദിവ്യമായിട്ടുള്ളതാണ്. അവതാരങ്ങളും ദിവ്യമായിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ ദിവ്യമായിട്ടുള്ള മഹിമയുള്ള ആ ഭഗവാൻ സന്തോഷിക്കുന്ന കാര്യങ്ങളാണ് പരമമായിട്ടുള്ള ധർമ്മം എന്നാണ് സൂതൻ ശൗനകാദി മഹർഷിമാരോട് മറുപടിയായിട്ട് പരമമായ ധർമ്മം എന്താ എന്ന് സൂചിപ്പിക്കുന്നു എന്നാണ്. അടുത്ത ശ്ലോകം. വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയത്യാശു വൈരാഗ്യം ജ്ഞാനം ജയത ഹേതുകം. വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയത്യാശു വൈരാഗ്യം ജ്ഞാനം ജയത ഹേതുകം. വാസുദേവേ ഭഗവതി ഭക്തിയോഗഃ പ്രയോജിതഃ ജനയതി ആശു വൈരാഗ്യം ജ്ഞാനം ച യത് അഹൈതുകം. വാസുദേവേ ഭഗവതി ഭക്തിയോഗഃ പ്രയോജിതഃ ജനയതി ആശു വൈരാഗ്യം ജ്ഞാനം ച യത് അഹൈതുകം. മറ്റേത് സഹ വൈ പുംസാം പരഃ ധർമ്മഃ യതഃ ഭക്തിഃ അഥോക്ഷജേ അഹേതുകി അപ്രതിഹത യയാ ആത്മാ സുപ്രസീദതി. സഹ വൈ പുംസാം പരഃ
ധർമ്മ യതഃ ഭക്തി അധോക്ഷജേ അഹൈതുകി അപ്രതിഹത യയാ ആത്മാ സുപ്രസീദതി. വാസുദേവേ ഭഗവതി ഭക്തിയോഗഃ പ്രയോജിതഃ ജനയതി ആശു വൈരാഗ്യം ജ്ഞാനം ച യത് അഹൈതുകം. അതായത് വാസുദേവേ ഭഗവതി, വസുദേവരുടെ പുത്രനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനിൽ, ഭഗവതി എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ എന്നതാണ് അർത്ഥം. അപ്പോൾ വാസുദേവേ ഭഗവതി, ആ ശ്രീകൃഷ്ണ ഭഗവാനിൽ ഭക്തി ഉണ്ടാവുക എന്നുള്ളത് അതെങ്ങനെയാണ് വരുന്നത്? ആ ഭക്തന്മാരായുള്ള സംഘം കൊണ്ട് മാത്രമേ ഭക്തി ഉണ്ടാവുള്ളൂ. സജ്ജനങ്ങളായുള്ള സംഘം കൊണ്ട് മാത്രമേ ഭക്തി ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് പിന്നെ ജ്ഞാനത്തിന് വേണ്ടിയിട്ടോ വിരക്തിക്ക് വേണ്ടിയിട്ടോ ശ്രമിക്കേണ്ടതായിട്ടില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഭഗവാന്റെ അപാരമായിട്ടുള്ള അകാരണമായിട്ടുള്ള കരുണ കൊണ്ട് നമ്മൾക്ക് യഥാർത്ഥത്തിലുള്ള ജ്ഞാനമുണ്ടാവുന്നു. അതേപോലെ തന്നെ എത്ര കണ്ട് ഭഗവാനോട് ഉള്ള അടുപ്പം കൂടുന്നു എന്നുണ്ടെങ്കിൽ അത്ര കണ്ട് ഭൗതികമായിട്ടുള്ള വിരക്തിയും വന്നു ചേരുന്നു. തുഷ്ടി പുഷ്ടി ക്ഷുതപായോനുഘാസം എന്ന് ഏകാദശ സ്കന്ധത്തിലെ 5-ാമത്തെ അധ്യായത്തിൽ നവയോഗികളും വിദേഹ മഹാരാജാവും തമ്മിലുള്ള സംഭാഷണത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഒരാൾ ആഹാരം കഴിക്കുന്ന സമയത്ത് ആ ആഹാരം കഴിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ തന്നെ വിശപ്പ് മാറുന്നുണ്ട്, ആരോഗ്യം ഉണ്ടാവുന്നുണ്ട്, നമ്മൾ അറിയണില്ല അത്. ഇതേപോലെ നമ്മൾ ഭഗവാന്റെ ആ കഥകൾ കേൾക്കും തോറും ഭഗവാനോടുള്ള അതോ ശ്രദ്ധയോട് റിയൽ സോഴ്സ് എന്ന് കേൾക്കും തോറും നമ്മൾക്ക് ഭക്തി വർദ്ധിച്ചു വരുന്നു. ഭക്തി വർദ്ധിച്ചു വരും തോറും നമ്മൾ അറിയാതെ അറിവുണ്ടാവണു, ജ്ഞാനം ഉണ്ടാവണു. ഭൗതികമായിട്ടുള്ള ആ ആഗ്രഹങ്ങളിൽ നിന്നും നമ്മൾ അറിയാതെ തന്നെ മുക്തരായി മാറുന്നു എന്നതാണ്. അതാണ് ഈ ഭഗവാന്റെ ഈ കഥകൾക്കുള്ള ഭക്തിക്കുള്ള വിശേഷത എന്നുകൂടിയും ഇവിടെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഭഗവാനേക്കാൾ നല്ലതായിട്ട് പ്രപഞ്ചത്തിലൊന്നും ഇല്ല എന്നുള്ളതും ഞാൻ ഭഗവാന്റെ ദാസനാണ് എന്നുള്ളതും നിത്യമായിട്ടുള്ള ദാസനാണ് ഞാൻ എന്നുള്ളതും ഭഗവാൻ എൻ്റെ നിത്യമായിട്ടുള്ള ഒരു യജമാനാണ് എന്നുള്ള ബോധത്തിലേക്ക് എത്തിച്ചേരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. 8-ാമത്തെ ശ്ലോകം. ധർമ്മസ്വനുഷ്ഠിത പുംസാം വിശ്വക്സേന കഥാസുയാ നോൽപാദയതിരതിം ശ്രമയേവ ഹി കേവലം. ധർമ്മസ്വനുഷ്ഠിത പുംസാം വിശ്വക്സേന കഥാസുയാ നോൽപാദയതിരതിം ശ്രമയേവ ഹി കേവലം. ധർമ്മഃ സ്വനുഷ്ഠിതഃ പുംസാം വിശ്വക്സേന കഥാസു യഃ നഃ ന ഉൽപാദയത് യദി രതിം ശ്രമ ഏവ ഹി കേവലം. ധർമ്മഃ സ്വനുഷ്ഠിതഃ പുംസാം വിശ്വക്സേന കഥാസു യഃ ന ഉൽപാദയത് യദി രതിം ശ്രമ ഏവ ഹി കേവലം. അതായത് അവനവൻ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ, അതായത് വർണ്ണാശ്രമ ധർമ്മങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര, ബ്രഹ്മചര്യ ഗാർഹസ്ഥ്യ വാനപ്രസ്ഥ സന്യാസ, ഇതാണ് വർണ്ണാശ്രമ ധർമ്മങ്ങൾ. ഇതിൽ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? ഭഗവാനോട് ശ്രീകൃഷ്ണ ഭഗവാനോട് ഭക്തി ഉണ്ടാവുക എന്നുള്ളത്. അങ്ങനെ ഈ അവനവൻ ചെയ്യേണ്ടതായിട്ടുള്ള കടമകൾ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുന്ന സമയത്ത് ഭഗവാനോട് ഭക്തി ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ വിശ്വക്സേന കഥാസുയ, ശ്രീകൃഷ്ണ ഭഗവാനോട് ഭഗവാന്റെ ലീലകളിൽ കഥകളിൽ നമ്മൾക്ക് ഒരു ഇഷ്ടം ഉണ്ടാവണില്ല എന്നുണ്ടെങ്കിൽ, രതി എന്ന് പറഞ്ഞാൽ എന്താണ്? ദൃഢമായ വിശ്വാസം, ദൃഢമായിട്ടുള്ള ഭക്തി, ദൃഢമായിട്ടുള്ള ശ്രദ്ധ, അതിനാണ് രതി എന്ന പേര് പറയുന്നത്.
അങ്ങനെയുള്ളൊരു രതി ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ശ്രമ ഏവഹി കേവലം, അത് വെറും വിഫലമായിട്ടുള്ള ശ്രമമാണ് എന്നാണ്. പതിര് ഒരലിട്ട് കുത്തും പോലെ എന്നതാണ് സ്ഥൂലതൃഷാവഘാതീനാം എന്നാണ് ബ്രഹ്മാവിൻ്റെ സ്തുതിയിൽ ദശമസ്കന്ധത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അതായത് ജ്ഞാനം അതേപോലെ കർമ്മമാർഗം, ജ്ഞാനമാർഗം ഇതൊക്കെ ഭക്തിയിലേക്ക് എത്തിക്കേണ്ടതാണ്, ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തിയിലേക്ക് എത്തിക്കേണ്ടതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ പതിരിൻ്റെ ഉദ്ദേശം നെല്ല് കുത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അരി ഉണ്ടാവുക എന്നുള്ളത്. അരിയില്ലാത്ത ആ നെല്ലിനെയാണ് പതിരെന്ന് പറയുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പതിര് ഉരലിട്ട് കുത്തിക്കഴിഞ്ഞാലും ആ അധ്വാനം മാത്രം, ബാക്കി ഫലം ഉണ്ടാവില്ല എന്നാണ്. ഇതേപോലെ ആണ് ജ്ഞാനം, അതേപോലെ തന്നെ വർണ്ണാശ്രമ ധർമ്മങ്ങളുടെ അനുഷ്ഠാനം, ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാനിൽ ഭക്തി ഉണ്ടാവാൻ. അതില്ലെങ്കിൽ വെറും ഒരു ശ്രമം മാത്രം, അവരവൻ ചെയ്യുന്ന ആ കർമ്മങ്ങളിൽ ചെയ്യുന്ന ആ കർമ്മങ്ങളിൽ യഥാർത്ഥത്തിൽ നമ്മൾക്ക് ഭക്തി ഉണ്ടാവണില്ല എന്നുണ്ടെങ്കിൽ നിഷ്ഫലമായിട്ടുള്ള കർമ്മം. ഇപ്പം നമ്മൾ വലിയ വലിയ തത്വചിന്തകന്മാർ, ശാസ്ത്രജ്ഞന്മാർ, അതിന് പല വിധത്തിലുള്ള ആളുകളും, പിന്നെ സാഹിത്യകാരന്മാർ, ഇവരെല്ലാവരും അത് നിരന്തരമായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അവർ. പക്ഷേ അത് ഭഗവാനായിട്ട്, ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് ബന്ധിപ്പിക്കണില്ലാതെ എന്നുണ്ടെങ്കിൽ ഇതെല്ലാം നിഷ്ഫലമാണ്, വെറും ശ്രമമാണ്, വേസ്റ്റ് ഓഫ് ടൈം എന്നാണ് പറയണത്. സമയം നിഷ്ഫലമാക്കി കളയുന്നത്. ഒരു കാര്യത്തിൽ മാത്രം ഉറപ്പുണ്ട്, അതായത് സമയം പോയി കഴിഞ്ഞാൽ തിരിച്ചു വരില്ല എന്നുള്ളത്. ഒരു തുളയുള്ളൊരു പാത്രത്തിൽ നമ്മൾ വെള്ളം വെക്കണമെന്ന് വിചാരിക്കുക, ആ വെള്ളം മുഴുവൻ നമ്മൾ ചോർന്നു പോകുന്നതാണ്. ഇതേപോലെ അനുനിമിഷം നമ്മളിൽ നിന്നും ആ കാലം, നമ്മളുടെ സമയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ സമയത്തിനെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കാൻ സാധിച്ചാൽ മാത്രമേ നമ്മൾ ജീവിതത്തിൽ വിജയിക്കുള്ളൂ എന്നാണ് ഈ ശ്ലോകത്തിൽ കൂടെ നമ്മളെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ ഭൗതികമായി ലോകത്തിലുള്ള ഒരുപാട് ലോകോപകാരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അവനവൻ്റെ ആ ഗൃഹത്തിനെ പോഷിപ്പിക്കാൻ, അത് ചെയ്യാനുള്ള ആ ഒരുപാട് ആ കാര്യങ്ങൾ, പിന്നെ മറ്റുള്ള അതായത് പല വിധത്തിലും നമ്മൾ ചെയ്യുന്ന ഇതായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഇതിൻ്റെ എല്ലാം ഉദ്ദേശം ഭഗവാന്റെ പ്രീതിയായിരിക്കണം, ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രീതിയായിരിക്കണം. ഇല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ എത്തിക്കണില്ല എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അത് ഒരു ഫലം ചെയ്യണില്ല എന്ന് ഈ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നു. 9-ാമത്തെ ശ്ലോകം. ധർമ്മസ്യ ഹ്യാപവർഗ്യസ്യ നാർത്ഥോർത്ഥായോപകൽപതേ നാർത്ഥസ്യ ധർമ്മൈകാന്തസ്യ കാമോ ലാഭായ ഹി സ്മൃതാം. ധർമ്മസ്യ ഹ്യാപവർഗ്യസ്യ നാർത്ഥോർത്ഥായോപകൽപതേ നാർത്ഥസ്യ ധർമ്മൈകാന്തസ്യ കാമോ ലാഭായ ഹി സ്മൃതാം. ധർമ്മസ്യ ഹി അപവർഗസ്യ ന അർത്ഥഃ അർത്ഥായ ഉപകൽപതേ. ന അർത്ഥസ്യ ധർമ്മ ഏകാന്തസ്യ കാമഃ ലാഭായ ഹി സ്മൃതഃ. ധർമ്മസ്യ ഹി അപവർഗസ്യ ന അർത്ഥഃ അർത്ഥായ ഉപകൽപതേ. ന അർത്ഥസ്യ ധർമ്മ ഏകാന്തസ്യ കാമഃ ലാഭായ ഹി സ്മൃതഃ. അതായത് ധർമ്മം എന്നുള്ളത് ആത്യന്തികമായി ലക്ഷ്യം വയ്ക്കുന്നത് മോക്ഷത്തിലേക്കാണ്. മോക്ഷം ലക്ഷ്യം വയ്ക്കുന്നത് എന്തിലേക്കാണ്? ഭക്തിയിലേക്കാണ് എന്നാണ്. അപ്പോൾ ആത്യന്തികമായിട്ടുള്ള ധർമ്മം അർത്ഥത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, അവനവന് ജീവിക്കാൻ വേണ്ട ആ സുഖസൗകര്യങ്ങൾ സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല എന്നാണ്. പിന്നെ അർത്ഥായോപകൽപതേ. അർത്ഥസ്യ
ധർമ്മൈകാന്തസ്യ, അതായത് ധനം എന്നുള്ളത് ധാർമ്മികമായിട്ട് ഉപയോഗിക്കേണ്ടതായിട്ടുള്ളതാണ്. പിന്നെ കാമം, ആഗ്രഹങ്ങൾ എന്താണ്? അവനവൻ്റെ ഈ ശരീരവും ജീവനും നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് കാമം എന്നാണ്. അപ്പോൾ അങ്ങനെ അർത്ഥകാമങ്ങൾ എന്നുള്ളത് ധർമ്മത്തിന് അടിസ്ഥാനമായിട്ടായിരിക്കണം. ധർമ്മം എന്തിന് അടിസ്ഥാനമായിരിക്കണം? മോക്ഷത്തിന് അടിസ്ഥാനമായിരിക്കണം. മോക്ഷം ഭക്തിയെ അടിസ്ഥാനമാക്കിയിരിക്കണം. ഇതാണ് വാസ്തവത്തിൽ ശാസ്ത്രം ഉദ്ദേശിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നു. ധർമ്മസ്യ ഹ്യാപവർഗ്യസ്യ നാർത്ഥോർത്ഥായോപകൽപ്പതേ നാർത്ഥസ്യ ധർമ്മൈകാന്തസ്യ കാമോ ലാഭായ ഹി സ്മൃതാം. അടുത്ത ശ്ലോകം 10. കാമസ്യ നേന്ദ്രിയപ്രീതിർലാഭോ ജീവേത യാവതാ ജീവസ്യ തത്വജിജ്ഞാസ നാർത്ഥോ യശ്ചേഹ കർമ്മഭിः. കാമസ്യ നേന്ദ്രിയപ്രീതിർലാഭോ ജീവേത യാവതാ ജീവസ്യ തത്വജിജ്ഞാസ നാർത്ഥോ യശ്ചേഹ കർമ്മഭിः. കാമസ്യ ന ഇന്ദ്രിയപ്രീതി ലാഭഃ ജീവേത യാവതാ ജീവസ്യ തത്വജിജ്ഞാസ ന അർത്ഥഃ യഃ ച ഇഹ കർമ്മഭിः. ആദ്യത്തെ ശ്ലോകത്തിനനുബന്ധിച്ച് തന്നെയാണ് ഈ ശ്ലോകവും കാണാൻ സാധിക്കുന്നത്. കാമസ്യ, അതായത് നമ്മളുടെ ആഗ്രഹങ്ങൾ എങ്ങനെ? ഇന്ദ്രിയപ്രീതിക്ക് വേണ്ടിയിട്ടല്ല കർമ്മങ്ങൾ ചെയ്യേണ്ടത്. സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ എന്നാണ് പറയുക. ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കാനല്ല നമ്മളുടെ ആഗ്രഹം വേണ്ടത്. പിന്നെ ഏത് ഇന്ദ്രിയം? ഭഗവാനെ സന്തോഷിപ്പിക്കാൻ. ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ, ഭഗവാനെ സന്തോഷിപ്പിക്കാനായിട്ട് ഇന്ദ്രിയങ്ങളെ പരിശീലിപ്പിച്ചെടുക്കണം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ലാഭോ ജീവേത യാവത. അപ്പോൾ ഇന്ദ്രിയപ്രീതി അല്ല, പക്ഷേ ശരീരവും ഈ ജീവനും ഒന്നിച്ച് ചേർത്ത് നിർത്താൻ അത്യാവശ്യം സൗകര്യങ്ങൾ ആവശ്യമുണ്ട്. ആ സൗകര്യങ്ങൾ മാത്രം ഉപയോഗിക്കുക എന്നുള്ളത്. ജീവൻ്റെ ഉദ്ദേശം എന്താണ്? ജീവൻ്റെ ഉദ്ദേശം എന്താ? തത്വജിജ്ഞാസ, തത്വത്തിനെ കുറിച്ചിട്ട്. ഏത് തത്വം? ഈശ്വര തത്വത്തിനെ കുറിച്ച് അന്വേഷിക്കാൻ ആണ് ഈ ജീവൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. അതാണ്. അത് ഈ മനുഷ്യ ശരീരത്തിന് മാത്രമേ സാധിക്കുള്ളൂ. ദുർലഭം നിർദേഹമാദ്യം സുലഭം സുദുർലഭം പ്ലവം സുകൽപ്പം ഗുരുകർണധാരം മയാനുകൂലേന നഭസ്വതേരിതം പുമാൻ ഭവാദിംനതരേൽ സ ആത്മഹ. ഏകാദശ സ്കന്ധത്തിൽ 21-ാമത്തെ അധ്യായത്തിലാണ് ഈ ശ്ലോകം കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ ഒരു സംസാരമാകുന്ന സാഗരത്തിൽ ഇറക്കിയിട്ടുള്ള വിശേഷപ്പെട്ട ഒരു കപ്പൽ അല്ലെങ്കിൽ ഒരു ബോട്ട് ആണ് ഈ ശരീരം എന്നുള്ളത്. മയാനുകൂലേന നഭസ്വതേരിതം, ഭഗവാൻ അതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. ഗുരുവിൻ്റെയും പിന്നെ ഭഗവാന്റെയും അനുഗ്രഹത്തോടു കൂടിയിട്ട് ശരീരമാകുന്ന ഈ ഉപകരണത്തിൽ ഇരുന്നു കൊണ്ട് ഈ ഭൗതികമാകുന്ന ആ ഒരു ഭവസാഗരത്തിനെ കടക്കാൻ ആരാണോ ശ്രമിക്കാതിരിക്കുന്നത് അവർ ആത്മഹത്യാ മഹാഭാവി എന്നാണ് പറയണത്. ആത്മഹത്യ ചെയ്താൽ ഒരാൾക്കും പിന്നീട് ഗതി കിട്ടില്ല എന്നാണ് പറയുന്നത്. ഗതി കിട്ടാത്ത പ്രേതമായിട്ട് അലയാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാനെയും ഗുരുനാഥനെയും പൂർണ്ണമായിട്ട് ശരണാഗതി പ്രാപിച്ചുകൊണ്ട് കൃഷ്ണനെ ഭജിക്കാനാണ് ശാസ്ത്രം നമ്മളെ ഉപദേശിക്കുന്നത്. കാമസ്യ നേന്ദ്രിയ പ്രിയതിർലാഭോ ജീവേത യാവതാ ജീവസ്യ തത്വജിജ്ഞാസ നാർത്ഥോ യശ്ചേഹ കർമ്മഭീം. ഇനി ഭഗവാനെ 3 വിധത്തിൽ ഭഗവാനെക്കുറിച്ച് പറയുന്നു. അതാണ് ഇവിടെ 11-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. വദന്തി തൽ തത്വവേദസ്തത്വം യൽ ജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. വദന്തി തൽ തത്വവേദസ്തത്വം യൽ ജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. വദന്തി തൽ തത്വ
തത്വവിദഃ തത്വം യത് ജ്ഞാനം അദ്വയം ബ്രഹ്മ ഇതി പരമാത്മാ ഇതി ഭഗവാൻ ഇതി ശബ്ദത്തെ വദന്തി തത് തത്വവിദഃ തത്വം യൽ ജ്ഞാനം അദ്വയം ബ്രഹ്മ ഇതി പരമാത്മാ ഇതി ഭഗവാൻ ഇതി ശബ്ദത്തെ. അതായത് ദിവ്യന്മാരായിട്ടുള്ള മഹർഷീശ്വരന്മാർ, പണ്ഡിതന്മാരായിട്ടുള്ളവർ ഭഗവാനെ 3 വിധത്തിൽ പറയുന്നു. ബ്രഹ്മം എന്നുള്ളത്, പിന്നെ പരമാത്മാ എന്നുള്ളത്, ഭഗവാൻ എന്നുള്ളത്, മൂന്ന് വിധത്തിലാണ് പറയുന്നത് എന്നാണ്. ഭഗവാന്റെ 3 ഭാവങ്ങൾ, 3 തലങ്ങളാണത് ഈശ്വരൻ്റെ എന്നാണ്. ജ്ഞാനികളാണ് ഭഗവാനിൽ നിന്നും പ്രസരിക്കുന്ന ദിവ്യമായിട്ടുള്ള പ്രകാശം, അതിനാണ് ബ്രഹ്മജ്യോതി എന്ന് പറയുന്നത്. ജ്ഞാനികൾ ബ്രഹ്മജ്യോതിയിലേക്ക് എത്തിച്ചേരാനായിട്ട് ആഗ്രഹിക്കുന്നു, അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നാണ്. പരമാത്മാ ഇതി ഭഗവാന്റെ ആ ദിവ്യമായുള്ള ചൈതന്യത്തിൻ്റെ ഒരു ചെറിയ കണിക, ഇതിനെയാണ് പരമാത്മാ എന്ന് പറയുന്നത്. യോഗിമാരൊക്കെ പരമാത്മാവിനെ സാക്ഷാത്കരിക്കുന്നു. എന്നാൽ ഭക്തന്മാരായിട്ടുള്ളവർ ഭഗവാനെ സാക്ഷാത്കരിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ജ്ഞാനവും, അതായത് യോഗമാർഗവും ജ്ഞാനമാർഗവും ഇതിൽ ഈ ഒരു ഭക്തി മാർഗത്തിൽ ലയിച്ചു ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധിച്ചാൽ ജ്ഞാനികളും യോഗികളും എത്തുന്ന ആ മാർഗത്തെയും അതേപോലെ പൂർണ്ണമായിട്ടും ഭഗവാനെയും സാക്ഷാത്കരിക്കാൻ സാധിക്കും എന്നാണ്. 3 വിധത്തിൽ പറയുന്നു. ഉന്നതമായ ഭക്തന്മാർ അവർ ആ ഭഗവാനെ ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെ സാക്ഷാത്കരിക്കുന്നു. ഭഗവാന്റെ രൂപങ്ങളും ഭഗവാന്റെ നാമങ്ങളും ഭഗവാന്റെ അവതാരങ്ങളും ഭഗവാന്റെ ലീലകളും അവർ സ്വയം അനുഭവിച്ച് ആനന്ദിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ബ്രഹ്മജ്ഞാനികളായിട്ടുള്ളവർക്ക് ആനന്ദം അനുഭവിക്കാൻ സാധിക്കില്ല. കാരണം അവിടെ രൂപങ്ങളും നാമങ്ങളും ഇല്ല. അവരുടെ സങ്കല്പത്തിനനുസരിച്ച് പരമാത്മാ എന്നുള്ളത് ആ ഭഗവാന്റെ ചൈതന്യ ഹൃദയത്തിലുണ്ട് എന്ന് അറിയുക എന്നല്ലാതെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ആനന്ദം അനുഭവിക്കാൻ അവർക്കും സാധിക്കില്ല എന്നാണ്. അതിനെ വളരെയധികം സങ്കുചിതമായ ഒരു അവസ്ഥയിലേക്ക് ഒതുക്കുന്നു ഭഗവാൻ ദിവ്യമായിട്ടുള്ള രൂപത്തിനെയും ആനന്ദത്തിനെയും. അതുകൊണ്ടാണ് ഭഗവാനെ, അതായത് ഭക്തി മാർഗത്തിൽ കൂടെ ഈശ്വര സാക്ഷാത്കാരമാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള അവസ്ഥ എന്നിവിടെ സൂചിപ്പിക്കുന്നു. 12ാമത്തെ ശ്ലോകം. തശ്രദ്ധാനാമുനയോ ജ്ഞാനവൈരാഗ്യയുക്തയാ പശ്യന്ത്യാത്മനിജാത്മാനം ഭക്ത്യാ ശ്രുതഗൃഹീതയാ. തശ്രദ്ധാനാമുനയോ ജ്ഞാനവൈരാഗ്യയുക്തയാ പശ്യന്ത്യാത്മനിജാത്മാനം ഭക്ത്യാ ശ്രുതഗൃഹീതയാ. തത് ശ്രദ്ധാനാഃ മുനയഃ ജ്ഞാനവൈരാഗ്യയുക്തയാ പശ്യന്തി ആത്മനെ ച ആത്മാനം ഭക്തിയാ ശ്രുതഗൃഹീതയാ. തൽ ശ്രദ്ധാന മുനയഃ ജ്ഞാനവൈരാഗ്യയുക്തയാ പശ്യന്തി ആത്മനെ ച ആത്മാനം ഭക്തിയാ ശ്രുതഗൃഹീതയാ. അതായത് ശ്രദ്ധാന എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവത്തോടു കൂടിയിട്ട് ഈശ്വര സാക്ഷാത്കാരത്തിന് ആഗ്രഹിക്കുന്ന മുനിമാർ. മുനി എന്ന് പറഞ്ഞാൽ മനനശീലൻ എന്നാണ്. ഭഗവാന്റെ ഈശ്വര തത്വങ്ങളെ പൂർണ്ണമായിട്ടും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ് മുനിമാർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ മുനിമാരായിട്ടുള്ളവർ തശ്രദ്ധാന മുനയഃ ജ്ഞാനവൈരാഗ്യയുക്തയാ, ജ്ഞാനം വിരക്തി എന്നുള്ള ആ ഭാവത്തോടു കൂടിയിട്ട് ഭൗതികമായിട്ടുള്ള വിരക്തി എന്നത് ഭഗവാനെക്കുറിച്ചിട്ടുള്ള അറിവ് എന്നുള്ളത് അതിനെ സാക്ഷാത്കരിക്കുന്നു. എന്നിട്ട് പശ്യന്തി ആത്മനി ച ആത്മാനം, അവരുടെ ഹൃദയത്തിൽ അവർ ഈശ്വരനെ കാണുന്നു. എങ്ങനെ? ഭക്തിയോട് കൂടിയിട്ട്. ഇത് പ്രത്യേകമുള്ളൊരു വാക്കാണ് ഭക്തിയ എന്നുള്ളത്. ശ്രുതഗൃഹീതയ,
അപ്പോൾ അവർ വേദാന്തം ശ്രുതികൾ അതിൽ കൂടെ അവർക്ക് കേട്ടിട്ടുള്ള ആ കാര്യങ്ങൾ അവർ ഭക്തി മാർഗത്തിലേക്ക് ഭക്തിയിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ഭഗവാന്റെ അംശമാണ് എന്നുള്ളതും ആ അംശത്തിൻ്റെ കടമ എന്താണ് വാസ്തവത്തിൽ പൂർണ്ണ പുരുഷോത്തമനായിട്ടുള്ള ഭഗവാനെ ഭജിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. തശ്രദ്ധാനാമുനയോ ജ്ഞാനവൈരാഗ്യയുക്തയാ പശ്യന്തി ആത്മനിജാത്മാനം ഭക്ത്യാ ശ്രുതഗൃഹീതയാം. ഇവിടെ ശ്രുതി, സ്മൃതി, അതേപോലെ പുരാണങ്ങൾ, പാഞ്ചരാത്രം മുതലായിട്ടുള്ള പിന്നെ എല്ലാ വിധത്തിലുള്ള മാർഗങ്ങളും എന്തിനാണ് ഈ ഭക്തിയുത സേവനം ഭഗവാന് ചെയ്യുന്നതിനെ ചെയ്യുന്നതിനെ ആ അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അത് വെറും ഒരു മെക്കാനിക്കലായിട്ട് യാന്ത്രികമായിട്ട് ചെയ്യേണ്ടതല്ല, സ്വാഭാവികമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ഭഗവാനെ സേവിക്കാനായിട്ട് സാധിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് ആ പരിശുദ്ധന്മാരായ ഭക്തന്മാർ വൈദികമായിട്ടുള്ള ഈ ഒരു സാഹിത്യത്തിൽ കൂടെ സാക്ഷാത്കരിക്കുന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെയാണ് എന്ന് സൂചിപ്പിക്കുന്നു. 13ാമത്തെ ശ്ലോകം. അത പുംഭിർദ്വിജശ്രേഷ്ഠ യദ്വർണാശ്രമവിഭാഗച സുനുഷ്ഠിതസ്യ ധർമ്മസ്യ സംസിദ്ധിർഹരിതോഷണം. അത പുംഭിർദ്വിജശ്രേഷ്ഠാഃ വർണാശ്രമവിഭാഗച സുനുഷ്ഠിതസ്യ ധർമ്മസ്യ സംസിദ്ധിർഹരിതോഷണം. അതഃ പുംഭിഃ ദ്വിജശ്രേഷ്ഠാഃ വർണ്ണ ആശ്രമ വിഭാഗശഃ സുനുഷ്ഠിതസ്യ ധർമ്മസ്യ സംസിദ്ധി ഹരിതോഷണം. അതുകൊണ്ട് ഓരോ ജീവനും, മനുഷ്യ ജീവനും അല്ലയോ ശൗനകാദി മഹർഷിമാരെ വർണ്ണ ആശ്രമ വിഭാഗശ ആ 8 വിധത്തിലുള്ള ആ വിഭാഗങ്ങളുണ്ട്. വർണ്ണാശ്രമ വിഭാഗങ്ങൾ, ധർമ്മങ്ങൾ. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ധർമ്മങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ബ്രാഹ്മണൻ സാത്വികമായ ഭാവത്തോടുകൂടെ ഈശ്വരനെ സാക്ഷാത്കരിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ വൈശ്യൻ അവനവൻ്റെ ആ നിശ്ചയിച്ചിട്ടുള്ള മാർഗത്തിൽ കൂടെ ഹരിതോഷണം ഭഗവാനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഡിവോഷണൽ സർവീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ വിഭാഗം ഏതെന്നുള്ളതല്ല. ബ്രഹ്മചാരിയുടെ ഉദ്ദേശം എന്താണ്? ഈശ്വര സാക്ഷാത്കാരം, ഭഗവാനെ സാക്ഷാത്കരിക്കുക ഭക്തിയോടുകൂടെ എന്നത്. ക്ഷത്രിയൻ്റെ എന്താണ് കടമ? എന്താണ്? അതും ഈശ്വര സാക്ഷാത്കാരം തന്നെ. പിന്നെ വാനപ്രസ്ഥൻ്റെ കടമ എന്താണ്? അതും ഈശ്വര സാക്ഷാത്കാരം. പിന്നെ സന്യാസിയുടെ കടമ അതും ഈശ്വര സാക്ഷാത്കാരം. ഭഗവാനെ കൃഷ്ണനറിയാൻ സാധിക്കുക എന്നതാണ്. സുനുഷ്ഠിതസ്യ ധർമ്മസ്യ സംസിദ്ധിർ ഹരിതോഷണം എന്നാണ്. ഒരേ ഒരു ഉദ്ദേശം മാത്രമായിരിക്കണം ജീവിതത്തിൽ എന്നാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഭഗവത് സാക്ഷാത്കാരമാണ്, അല്ലാതെ അത് ഇന്ദ്രിയപ്രീതി അല്ല എന്ന് പ്രത്യേകം ഇവിടെ സൂചിപ്പിക്കുന്നു. ഇത് ഭഗവത്ഗീതയിലും പ്രത്യേകമായിട്ട് ഇതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് 14ാമത്തെ ശ്ലോകം ചോദിക്കുന്നത് എന്താണ്, ആരെക്കുറിച്ചിട്ടാണ് കേൾക്കേണ്ടത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്താണ്? തസ്മാദേകേന മനസാ ഭഗവാൻ സാത്വതാം പ്രതി ശ്രോതവ്യ കീർത്തിതവ്യശ്ച ധ്യേയ പൂജ്യശ്ച നിത്യത. തസ്മാദേകേന മനസാ ഭഗവാൻ സാത്വതാം പ്രതി ശ്രോതവ്യ കീർത്തിതവ്യശ്ച ധ്യേയ പൂജ്യശ്ച നിത്യത. തസ്മാത് അതുകൊണ്ട്, തസ്മാത് ഏകേന മനസാ ഭഗവാൻ സാത്വതാം പതി ശ്രോതവ്യ കീർത്തിതവ്യ ച ധ്യേയ പൂജ്യ ച നിത്യത. തസ്മാത് അതായത് അതുകൊണ്ട്,
ഏകേന മനസ്സാന്ന് പറഞ്ഞാൽ എന്താ? ഏകാഗ്രമായിട്ടുള്ള മനസ്സോടുകൂടെ. ഏകാഗ്രമായ മനസ്സെന്ന് പറഞ്ഞാൽ എന്താ? പല വിധത്തിലും ഓടി നടക്കുന്ന മനസ്സല്ല വേണ്ടതെന്നാണ് പറയുന്നത്. ഒരു ഈശ്വരനിലേക്ക് പൂർണ്ണമായിട്ടും മനസ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്നാണ് ഏകേന മനസ്സ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭഗവാൻ സാത്വതാപതി, സജ്ജനങ്ങളുടെ പതിയായിട്ടുള്ള ഭഗവാൻ, സജ്ജനങ്ങളുടെ പതി എന്നാണ് സൂചിപ്പിക്കുന്നത്. സജ്ജനങ്ങളുടെ പതി ആരാ? സാത്വതാപതി എന്നാണ്. അതായത് റിമെമ്പർ ആൻഡ് വർഷിപ്പ് ദി പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് എന്നാണ്. ഭഗവാനെ കേൾക്കേണ്ടത് ആരെക്കുറിച്ചിട്ടാണ്? ആ ഭഗവാനെ കുറിച്ച് കേൾക്കേണ്ടതായിട്ടുണ്ട്. സജ്ജനങ്ങളുടെ പതിയായിട്ടുള്ള ഭഗവാനെക്കുറിച്ച് കേൾക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഭഗവാനെക്കുറിച്ച് കീർത്തനം ചെയ്യേണ്ടതായിട്ടുണ്ട്, ധ്യാനിക്കേണ്ടതായിട്ടുണ്ട്, പിന്നെ പൂജിക്കേണ്ടതായിട്ടുണ്ട് ഭഗവാനെ എന്നാണ്. ശ്രോതവ്യ, എവിടുന്നാണ് കേൾക്കേണ്ടത്? റിയൽ സോഴ്സ് നിന്ന് കേൾക്കണം എന്നാണ്. യഥാർത്ഥ ഉറവിടത്തിൽ നിന്നും കേൾക്കണം. അതായത് ഒരു പരമ്പരാ പ്രാപ്തമായിട്ടുള്ള ആ മാർഗത്തിൽ കൂടെ നമ്മൾ നീങ്ങിയാൽ മാത്രമേ നമ്മളുടെ ശ്രവണം വേണ്ട വിധത്തിൽ സഫലമാവുന്നുള്ളൂ എന്നാണ്. കീർത്തിതവ്യശ്ച, അങ്ങനെ കേട്ട് ഒരു യഥാർത്ഥ ഗുരുവിൽ നിന്നും ആത്മീയ ഗുരുവിൽ നിന്നും കേട്ട് കഴിഞ്ഞാൽ മാത്രമേ ആ കീർത്തനം സഫലമായി തീരുകയുള്ളൂ എന്നാണ്. അതേപോലെ ധ്യേയ, അപ്പോഴേ ധ്യാനം, സ്മരണം അതും പൂർണ്ണമായിട്ട് സഫലമായി തീരുന്നുള്ളൂ. പൂജ്യശ്ച, പൂജകളും അപ്പോഴേ സഫലമായി തീരുന്നുള്ളൂ എന്നാണ്. എപ്പോഴും ഒരു ആത്മീയ ഗുരുവിൻ്റെ നിയന്ത്രണം, ഗൈഡൻസ് ഓരോ ജീവനും അത്യാവശ്യമാണ്. ഭഗവാനെയും ജീവനെയും ഒന്നിച്ച് യോജിപ്പിക്കുന്ന വിശേഷപ്പെട്ട ഒരു മഹാത്മാവാണ് സാക്ഷാൽ ഗുരു എന്നത്. ആ ഗുരു ഭഗവാന്റെ ഭഗവാന്റെ പ്രതിനിധിയാണ് എന്ന് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. പിന്നെ നിത്യത എന്നാണ്. എന്നും എപ്പോഴും ഏത് ശരീരം കിട്ടിക്കഴിഞ്ഞാലും ഏതവസ്ഥകളിലും നിത്യത. ഇന്ന് ഭഗവാനെ സേവിക്കണം, നാളെ 10 ദിവസത്തേക്ക് വേണ്ട, അങ്ങനെ വിചാരിക്കരുത്. എന്നും ഭഗവാനെ സേവിക്കേണ്ടതായിട്ടുണ്ട്, എപ്പോഴും സേവിക്കേണ്ടതായിട്ടുണ്ട്, എപ്പോഴും സ്മരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജോലി ചെയ്യേണ്ടേ, നമ്മൾക്ക് അനവധി കടമകളില്ലേ. ആ കടമകളെല്ലാം നമ്മൾ നിർവഹിക്കുന്ന ആ സമയത്തും നമ്മൾക്ക് ഭഗവാനെ സ്മരിക്കാൻ സാധിക്കും. ഒരു ഗർഭിണി എങ്ങനെയാണോ 1 മാസം മുതൽ 10 മാസം വരെ തൻ്റെ ഗർഭത്തിലുള്ള കുഞ്ഞിനെ ഓർത്തുകൊണ്ട് സകല ജോലികളും ചെയ്യാനുണ്ടാവും, എന്നാലും ആ ഗർഭിണിക്ക് അനുനിമിഷം ഉറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാ സമയത്തും ആ ഗർഭത്തിലുള്ള കുഞ്ഞിനെ കുറിച്ചിട്ട് ഓർമ്മ ഉണ്ടാവും എന്നാണ്. ഇതേപോലെ നമ്മളുടെ ഹൃദയനാഥനായിട്ടുള്ള ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നമ്മൾ സദാസമയം, നിത്യത എന്നാണ്, സദാസമയവും ജീവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവനവൻ്റെ കൈകൾ കർമ്മങ്ങളിലേക്കും മനസ്സ് ഈശ്വരനിലേക്കും തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം സഫലമായി തീരും എന്ന് സൂചിപ്പിക്കുന്നു എന്നാണ്. 15ാമത്തെ ശ്ലോകം. യദനുധ്യാസിനായുക്തഃ കർമ്മഗ്രന്ഥി നിബന്ധനം ഛന്ദന്തി കോവിദാസ്തസ്യ കോ ന കുര്യാൽ കഥാരതിം. യദനുധ്യാസിനായുക്തഃ കർമ്മഗ്രന്ഥി നിബന്ധനം ഛന്ദന്തി കോവിദാസ്തസ്യ കോ ന കുര്യാൽ കഥാരതിം. യദ് അനുധ്യാസിനാ യുക്താഃ കർമ്മഗ്രന്ഥി നിബന്ധനം ഛിന്ദന്തി കോവിദാഃ തസ്യ കോ ന കുര്യാൽ കഥാരതിം. യദ് അനുധ്യാസിനാ യുക്താഃ കർമ്മഗ്രന്ഥി നിബന്ധനം ഛിന്ദന്തി കോവിദാഃ തസ്യ കോ ന കുര്യാൽ കഥാരതിം. അതായത് നല്ല ജ്ഞാനമെന്നുള്ളത് ജ്ഞാനമെന്നൊരു വാള് പോലെയാണെന്നാണ് പറയുന്നത്. ഈ വാളുകൊണ്ട് സാധാരണ എന്താ ചെയ്യുക? നമ്മൾ ശത്രുക്കളെ നശിപ്പിക്കുകയാണ് പതിവ്, ശത്രുക്കളെ കൊല്ലുകയാണ് പതിവ്. അപ്പോൾ യദനുധ്യാസിന
അതായത് ഭഗവാനെ നിരന്തരം സേവിക്കുന്നത് കൊണ്ടുള്ള അറിവ് കൊണ്ട് കർമ്മഗ്രന്ഥി നിബന്ധനം സകല കർമ്മഗ്രന്ഥികളെയും കർമ്മബന്ധങ്ങളെയും വിച്ഛേദിക്കാൻ സാധിക്കും. എന്തുകൊണ്ട്? ഭഗവാന്റെ ഭക്തിയാകുന്ന ജ്ഞാനമാകുന്ന ആ ഒരു വാള് കൊണ്ട്, ആ ആയുധം കൊണ്ട് നമ്മൾക്ക് നമ്മുടെ ഉള്ളിലുള്ള സകല നെഗറ്റീവായിട്ടുള്ള അധാർമികമായ ചിന്തകളെയും അതിനുള്ള ആ ഒരു കർമ്മബന്ധങ്ങളെയും വിച്ഛേദിക്കാൻ സാധിക്കും എന്നാണ്. അപ്പോൾ ഭഗവാനെ സിമ്പിളായിട്ട് ഭഗവാന്റെ സേവ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഭഗവാന്റെ തിരുനാമം ജപിക്കുക, ഭാഗവതം നിരന്തരമായിട്ട് കേൾക്കുക, വായിക്കുക, പിന്നെ ഭക്തന്മാരായിട്ടുള്ള സംഘം, സജ്ജന സംസർഗം, അതുകൊണ്ട് തന്നെ നമ്മൾ അറിയാതെ തന്നെ കർമ്മഗ്രന്ഥികളെല്ലാം അനേക ജന്മത്തിൽ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ള സകല കർമ്മബന്ധങ്ങളെയും ഈ ഒരു വാളുകൊണ്ട്, ജ്ഞാനവും ഭക്തിയുമാകുന്ന വാളുകൊണ്ട് വിച്ഛേദിക്കാനായിട്ട്, മുറിച്ച് കളയാനായിട്ട് സാധിക്കുന്നു എന്നാണ്. അപ്പം അങ്ങനെ അത്രയും പ്രഭാവമുള്ള ആ ഭഗവാനെ ആരാണ് സേവിക്കാതിരിക്കുക എന്നാണ് സൂത ഗോസ്വാമി ശവനകാദി മഹർഷിമാരോട് ചോദിക്കുന്നത്. ഇന്ന് ഭഗവാന്റെ അനുഗ്രഹ വിശേഷം കൊണ്ട് എത്രയും നമ്മൾക്ക് കേൾക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ നമ്മൾക്ക് ഇനിയും സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണ ഹിതായ ച ജഗദ്ധിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീല പ്രഭുപാദരുടെ ഭക്തിവേദാന്തസ്വാമി പ്രഭുപാദരുടെയും പിന്നെ ഹിസ് ഹോളിനസ് വേദവ്യാസപ്രിയ മഹാരാജൻ്റെയും ഗുരുവായൂരപ്പൻ്റെയും അനുഗ്രഹ വിശേഷം കൊണ്ടാണ് ഇത്രയൊക്കെ ഇവിടെ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് സാധിച്ചത്. അപ്പോൾ അതിൻ്റെ എല്ലാം ക്രെഡിറ്റ് അവർക്ക് തന്നെ സമർപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഹരേ കൃഷ്ണ.